മഹാകൊതിയനായിരുന്നു പാച്ചുകുറുക്കൻ. ഒരു ദിവസം അവൻ എവിടെ നിന്നോ ഒരു തണ്ണിമത്തൻ കിട്ടി. തണ്ണിമത്തൻ തിന്നാൻ നോക്കുമ്പോഴാണ് അവനത് കണ്ടത്. കൂട്ടുകാരനായ ജിംബുകരടിയും ടിങ്കുവാണിയും ദൂരെ നിന്ന് വരുന്നു. കളിക്കാനുള്ള വരവാണ്. തണ്ണിമത്തൻ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാം, അല്ലെങ്കിൽ അവർക്കും കൊടുക്കേണ്ടി വരും. പാച്ചു തണ്ണിമത്തനും കൊണ്ട് അടുത്ത കുന്നിൻ മുകളിലേക്ക് ഓടി. ഇങ്ങോട്ട് ആരും വരില്ല, എല്ലാരും പോയി കഴിഞ്ഞ് തിന്നാം. പാച്ചു തണ്ണിമത്തൻ ഒളിപ്പിച്ചു വെച്ചു. പെട്ടെന്ന് തണ്ണിമത്തൻ ഉരുളാൻ തുടങ്ങി. പാച്ചുവിനെ അത് പിടിക്കാനായില്ല. ഉരുണ്ടുരുണ്ട് തണ്ണിമത്തൻ കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു. അത് പല കഷ്ണങ്ങളായി ചിതറി. ആർക്കും കൊടുക്കാതെ ഒളിപ്പിച്ചു വെക്കാൻ പോയതാ കുഴപ്പമായത്. പാച്ചു സങ്കടത്തോടെ ഓർത്തു. തന്റെ കൊതിയാണ് എല്ലാറ്റിനും കാരണമെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരിടത്ത് ഒരു ആന ഉണ്ടായിരുന്നു. ദിവസവും ആനയുടെ പാപ്പാൻ അതിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. പോകുന്ന വഴിയിൽ ഒരു തയ്യൽക്കാരനുണ്ടായിരുന്നു. തയ്യൽക്കാരന് ആനയെ വലിയ ഇഷ്ടമായിരുന്നു. അയാൾ ദിവസവും ആനയ്ക്ക് തിന്നാൻ എന്തെങ്കിലും കൊടുക്കും. കടയുടെ മുൻപിലെത്തുമ്പോൾ ആന തുമ്പിക്കൈ നീട്ടുക പതിവായി. ഒരു ദിവസം തയ്യൽക്കാരന് ഒരു കുസൃതി തോന്നി. ആന പതിവ് പോലെ തുമ്പിക്കൈ നീട്ടി. തയ്യൽക്കാരൻ തുമ്പിക്കൈയിൽ സൂചി കൊണ്ട് ഒരു കുത്തുകൊടുത്തു. ആനയ്ക്ക് നന്നായി വേദനിച്ചു. തയ്യൽക്കാരൻ പൊട്ടിച്ചിരിച്ചു. ആന മിണ്ടാതെ പോയി. തയ്യൽക്കാരനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ആന തീരുമാനിച്ചു. അടുത്ത ദിവസം കുളി കഴിഞ്ഞപ്പോൾ പുഴയിൽ നിന്ന് ആന തുമ്പിക്കൈ നിറയെ വെള്ളമെടുത്തു. ആന തയ്യൽക്കരയുടെ അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് തുമ്പിക്കൈ ഉയർത്തി വെള്ളം മുഴുവൻ കടയിലേക്ക് ചീറ്റി ഒഴിച്ചു. തയ്യൽക്കാരനും അവിടെ ഉണ്ടായിരുന്ന തുണികളുമെല്ലാം വെള്ളത്തിൽ കുതിർന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരിക്കലൊരു എലി ഉറങ്ങിക്കിടന്നിരുന്ന ഒരു സിംഹത്തിന്റെ പുറത്തു അബദ്ധത്തിൽ ചെന്നു വീണു. ഉറക്കത്തിന് തടസ്സം നേരിട്ട സിംഹത്തിന് ദേഷ്യം വന്നു. അത് എലിയെ പിടിച്ച് കൊല്ലാനൊരുങ്ങി. എന്നെ കൊല്ലരുതേ. എലി കരഞ്ഞപേക്ഷിച്ചു. അലിവ് തോന്നിയ സിംഹം എലിയെ വെറുതെ വിട്ടു. പോകുമ്പോൾ എലി പറഞ്ഞു, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ പ്രത്യുപകാരം ചെയ്യും. സിംഹം പൊട്ടിച്ചിരിച്ചു. ഈ കുഞ്ഞനെലി എന്തുപകാരമാണ് ചെയ്യുക? പക്ഷെ എന്തുണ്ടായിരുന്നു? ഒരു ദിവസം സിംഹം ഒരു വേടന്റെ വലയിൽ കുടുങ്ങി. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അവൻ ഉറക്കെ നിലവിളിച്ചു, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ചുണ്ടലി സിംഹത്തിന്റെ നിലവിളി കേട്ടു. അവനെ കാര്യം മനസ്സിലായി. അവൻ കൂട്ടുകാരെയും കൂട്ടി അവിടെ എത്തി വല കരണ്ട് മുറിച്ച് സിംഹത്തെ രക്ഷിച്ചു. ഇതിൽ നിന്നും എന്തു മനസ്സിലാക്കാം? ആരെയും ചെറുതായി കാണാൻ പാടില്ല. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.